തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന ദീപാവലി ദിനത്തിൽ ശരീരത്തിന് ആരോഗ്യവും വീടുകൾക്ക് സംരക്ഷണവും ഒരുക്കി മുക്കാട്ടുകരയിലെ കർഷകർ നെട്ടിശ്ശേരി മിനി നഗറിൽ നിന്നും മറ്റും ഒഴുകിവരുന്ന വെള്ളത്തിന് ചിരടം ചിറ വഴി കടന്നുപോകാൻ കർഷകർ പാതയൊരുക്കി. പാതി വഴിയിൽ നിൽക്കുന്ന ചിറപ്പണികളും കനാൽ പണികളും പൂർത്തിയാക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നുവെന്നാരോപിച്ചാണ് കർഷകർ സ്വമേധയാ ഇറങ്ങി പാതയൊരുക്കിയത്. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന ദീപാവലി ദിനത്തിൽ ശരീരത്തിന് ആരോഗ്യവും വീടുകൾക്ക് സംരക്ഷണവും ഉറപ്പു നൽകി മുക്കാട്ടുകരയിലെ കർഷകർ മാതൃകയായി. നെട്ടിശ്ശേരി മിനിനഗർ, അമ്പലത്തിന് പിൻവശം മുക്കാട്ടുകര ഡിവൈൻ നഗർ എന്നിവിടങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളം തടസ്സം കൂടാതെ ചീരടം ചിറവഴി കടന്നുപോകാൻ കർഷകർ പാതയൊരുക്കി. പാതി വഴിയിൽ നിൽക്കുന്ന ചിറപ്പണികളും കനാൽ പണികളും പൂർത്തിയാക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഭരണകൂടം അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതോടെയാണ് കർഷകർ സ്വമേധയാ ഇറങ്ങി പാതയൊരുക്കിയത്. 4-5 വർഷമായിട്ട് ഈ നെട്ടിശ്ശേരി കായൽപ്പാടത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലതവണ കൗൺസിലറോട് പറഞ്ഞിട്ടും യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കൊല്ലം ഇവിടെ 10 ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട്. ഈ കൃഷി ഓരോ തവണയും എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഈ ന്യൂനമർദ്ദവും മറ്റു മഴ വന്ന് വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകാണ്ട് ഞാറ് മുഴുവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കെട്ടിൽ ചീഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. പല കണ്ടങ്ങളും ഞങ്ങൾക്ക് ഈ ഒരു കാരണത്താൽ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊയ്തെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കാറില്ല. അതുപോലെ തന്നെ ചെരടം പാലത്തിൻ്റെ അവിടുത്തെ ബ്ലോക്ക് തീർക്കാൻ പറഞ്ഞിട്ട് അതിന് ചാലിൻ്റെ അടിയിൽ കൂടിയിട്ടൊരു ഇന്നർ ചാലുണ്ട്. ആ ചാലിന് മറ്റേ സ്ലാബ് ഇട്ട് തരണം എന്ന് പറഞ്ഞിട്ട് പോലും 5 വർഷമായിട്ട് ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. കാലം തെറ്റി പെയ്യുന്ന മഴയും വെള്ളക്കെട്ടും മൂലം കർഷകർക്ക് വിളനാശവും സമീപ പ്രദേശത്തെ വീടുകൾക്ക് കേടുപാടുകളും നേരിടേണ്ടി വന്നിരുന്നു. ഇതിനൊക്കെയുള്ള ശാശ്വത പരിഹാരമാണ് കർഷകരുടെ കഠിന പ്രയത്നത്തിലൂടെ ദീപാവലി ദിനത്തിൽ സാധ്യമായത്. പി നന്ദകുമാർ, വിപിൻ വലിയവളപ്പിൽ, കെ മോഹൻ, ജെൻസൺ ജോസ് കാക്കശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. കർഷകർ കൃഷി ചെയ്യണമെന്ന് ഗവൺമെന്റ് പറയാന്നുള്ള അല്ലാണ്ട് കർഷകർക്ക് വേണ്ടതായിട്ടുള്ള യാതൊരു ആനുകൂല്യങ്ങളും ഒരു നിലയ്ക്കും തരാതെ പരമാവധി ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് കൗൺസിലറുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband and innovative smart solutions on November 6, 7, 8, 2025 at Rajiv Gandhi Inter Stadium, Kadavantara, Kochi, Kerala. Mega Cable Fest.